വുമൻ കാർഡ്, സെൻഡി കാർഡ്, വിധവ കാർഡ്, അമ്മ കാർഡ്, പിന്നെ ഏതൊക്കെ കാർഡുകളുണ്ട്? ആ കാർഡുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ പാവരേണു ചേച്ചി. ലാലേട്ടാ, ഇതിലേതെങ്കിലും ഒരു കാർഡ് സ്വീകരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മോശമുണ്ട്. ഇത്രയധികം കാർഡ് നമ്മുടെ രേണു ചേച്ചി ഒരുമിച്ച് ബിഗ് ബോസിൽ ഇറക്കിയിട്ട് അതും ഒറ്റ ദിവസത്തില് ഇത്രയും കാർഡുകൾ ഇറക്കിയിട്ട് അത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ മോശമല്ലേ? ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വന്നിട്ട് അങ്ങനെ കാർഡുകളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ലാന്ന്. പക്ഷെ ഇന്നത്തെ കാർഡ് ചേച്ചി ഇത്രയധികം കാർഡ് ഒരുമിച്ചാണ് ഇറക്കിയിരിക്കുന്നത് രേണു ചേച്ചി. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കാർഡ് സ്വീകരിച്ചുകൊണ്ട് ചേച്ചിയുടെ ആ കാർഡിനുള്ള മറുപടി ചേച്ചിക്ക് കൊടുത്തേക്കണേ. പാവണ്ട് ചേച്ചി. എന്തൊക്കെയാണെങ്കിലും ഗെയിം ആണെങ്കിലും അല്ലെങ്കിലും ചേച്ചിനെ സെറ്റ് ടാങ്കിനൊക്കെ വിളിക്കാവൂ. അപ്പൊ ചേച്ചി അതുകൊണ്ടല്ലേ ചേച്ചി ആ തിരിച്ചും അങ്ങനെയൊക്കെ വിളിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ചേച്ചിയും വിളിക്കത്തില്ലായിരുന്നു. ചേച്ചീനെ വിളിച്ചത് കൊണ്ട് മാത്രമാണ് ചേച്ചി കയറി അക്ബറിനെ വേട്ടപ്പട്ടി എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ ചേച്ചിയും വിളിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും സ്ത്രീകളെ മൊത്തം അപമാനിച്ചതിന് തുല്യല്ലേ ഒരു സ്ത്രീയെ കയറിയിട്ട് സെപ്റ്റി ടാങ്ക് ഒക്കെ എന്ന് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും വിധവകളെ അങ്ങനെ വിളിക്കാൻ പാടില്ല. അപ്പൊ അക്ബർ ചെയ്തത് വലിയൊരു തെറ്റാണ്. അതുകൊണ്ട് അക്ബറിനെ അതിനുള്ള ശിക്ഷയായിട്ട് ലാലേട്ടൻ അടുത്ത ആഴ്ച ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം. അപ്പൊ എന്താണ്, നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാം ഇന്ന് നടന്ന സംഭവം എന്താണെന്നുള്ളത്. ഈ എപ്പിസോഡില് നമ്മുടെ രേണു സുധിയെ കയറി അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതായിരുന്നു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത്. ആ ഒരു കണ്ടന്റ് ആയിരുന്നു ബിഗ് ബോസിലെ ഉടനീളം നീണ്ടു നിന്നത്. ആ ഒരു കണ്ടന്റിൽ തൂങ്ങി നമ്മുടെ രേണു ചേച്ചി കുറെ കണ്ടന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. കുറെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിധവ കാർഡ്, വിധവകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അത്രേ നമ്മുടെ രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വന്നത്. ഇങ്ങനൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞില്ല. ഞങ്ങളോട് ബിഗ് ബോസ് വലിയൊരു ചതി ചെയ്തു പ്രേക്ഷകരോട് എന്ന് ബിഗ് ബോസിനോട് പറയാനുണ്ട്. ബിഗ് ബോസ് ജനങ്ങളോട് ചെയ്തത് വലിയൊരു ചതിയാണ്. രേണു ചേച്ചിയെ വിധവകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസിലേക്ക് ക്ഷണിച്ചത് എന്നുള്ള ഒരു കാര്യം തുറന്നു പറയേണ്ട ഉത്തരവാദിത്തം ബിഗ് ബോസിനുണ്ടായിരുന്നു. ബിഗ് ബോസ് ആ കാര്യം നമ്മളെ അറിയിച്ചില്ല. അതുകൊണ്ട് ബിഗ് ബോസിനോട് ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുക. ഇത്രയധികം സ്ത്രീകൾ അവിടെ ഉണ്ടായിട്ടും ഈ ഒരു സ്ത്രീയെ മാത്രം അവിടെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ മുഴുവൻ അപമാനിക്കുക എന്നൊരു കാര്യം അവിടെ അക്ബർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള മറുപടി അക്ബറിനെ കൊടുത്തിരിക്കണം. പിന്നെ എന്ന് പറയുന്നത് രേണു ചേച്ചിയുടെ ജനങ്ങൾ. രേണു ചേച്ചിക്ക് സ്വന്തമായി കുറച്ച് ജനങ്ങളുണ്ട്. ആ ജനങ്ങൾ അക്ബറിനെ വെറുതെ വിടില്ല എന്നുള്ള ഒരു ഭീഷണി സ്വരം രേണു ചേച്ചി മുഴക്കിയിട്ടുണ്ട്. അതുകൊണ്ട് രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ അക്ബറിനെ അടുത്ത ആഴ്ച നോമിനേഷനിൽ അക്ബർ വന്നതുകൊണ്ട് തന്നെ അക്ബറിനെ എടുത്ത് പുറത്തു കളയാനുള്ള ഒരു കെൽപ്പ് കാണിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. കാരണം മറ്റൊന്നല്ല, രേണു ചേച്ചിയുടെ ഇത്രയും സ്ത്രീത്വത്തെ അപമാനിച്ച അക്ബറിനെ അടുത്ത ആഴ്ച രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ തൂക്കി എറിയുകയാണെന്നുണ്ടെങ്കിൽ രേണു ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ടേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം രേണു ചേച്ചി തിരിച്ചറിയുന്നതായിരിക്കും. പിന്നെ നമ്മുടെ രേണു ചേച്ചിനെ പിടിച്ചാൽ കിട്ടുന്നതല്ല. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത് നമ്മുടെ രേണു ചേച്ചിയുടെ ഇന്നത്തെ സംസാരം കേട്ടപ്പോൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് സാധാരണ ഒരാൾക്ക് വിഷമായി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ണീന്ന് ഒരു കണ്ണുനീരെങ്കിലും അറ്റ്ലീസ്റ്റ് വരുമായിരുന്നു. ഇന്ന് പറയുന്നുണ്ടായിരുന്നു സത്യത്തിൽ കണ്ണീര് പോലും വരുന്നില്ല. ഗെയിമാണല്ലോ മൊത്തം. കണ്ണീര് പോലും വരുന്നു. ഇന്ന് പറയാണ് എനിക്ക് കണ്ണീരൊന്നും വരില്ല, ഞാൻ കരയില്ല ഇതിന്റെ പേരിൽ, പക്ഷെ എനിക്ക് ഭയങ്കര വിഷമായി എന്ന്. സംഭവം ശരിയാണ്. അങ്ങനെയൊക്കെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അത് വിഷമാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊരു ഗെയിമാണെന്ന് അവിടെ അറിയാവുന്ന കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ അങ്ങനെ വിളിച്ചത് ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വിളിച്ചത്. തിരിച്ച് അതുപോലെ തന്നെ അവിടെ വിളിക്കുകയും ചെയ്തു. പിന്നെ അത് വീണ്ടും മറ്റേ വുമൺ കാർഡ്, സെൻഡി കാർഡ്, വിധവാ കാർഡൊക്കെ ആയിട്ട് വന്നിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്റെ പൊന്നു രേണു സുധി. അതൊന്നും ഏൽക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. ലാലേട്ടൻ ചുമ്മാ ചോദിക്കായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിക്കായിരിക്കും. പക്ഷെ അക്ബറിനെ തിരിച്ചു വിളിക്കുകയും ചെയ്തല്ലോ വേട്ടപ്പെട്ടിന്ന്. അപ്പൊ അതും ഒരു മോശം വേടല്ലേ? നല്ല വീടൊന്നല്ല വേട്ടപ്പെട്ടി എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു ടോപ്പിക്ക് ലാലേട്ടൻ കൂടുതലായി ചോദിച്ച് അക്ബറിനെ ശിക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അക്ബർ ഓൾറെഡി നോമിനേറ്റഡ് ആണ്. ഇനിയിപ്പോ രേണു ചേച്ചിയുടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അക്ബർ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ ഒരു കൊമേഡിയൻ ഉണ്ട്. അതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നിവിൻ. സംഭവം ബിഗ് ബോസ് മെറ്റീരിയൽ ഒന്നല്ല നിവിൻ. നിവിനെ കോമഡി പറയാനായിട്ട് കൊള്ളാം. ചുള്ളന്റെ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിഗ് ബോസ് വീട്ടിലെ ഒരു എന്റർടൈൻമെന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ നിവിൻ തന്നെയാണ്. നിവിന്റെ എന്റർടൈൻമെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടിട്ട് ഇരുന്ന് ചിരിക്കാൻ മാത്രമുണ്ട്.
നിവിൻ കാണിക്കുന്ന ആക്ഷൻസും കാര്യങ്ങളും ആ ഡ്രസ്സ് കിട്ടാൻ വേണ്ടി അതൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് ബാൻഡൊക്കെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ച് ബിഗ് ബോസിനോട് പറഞ്ഞ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിയത് ആര്യന് നിവിനാണ് എടുത്തതെന്ന് ഒരു സംശയം പോലും അവിടെ തോന്നുന്നില്ല. നിവിൻ ചെന്ന് ചോദിക്കുന്നുണ്ട് ഞാനാണ് എടുത്തതെന്ന് നിനക്ക് സംശയമുണ്ടോ ചോദിക്കുമ്പോൾ ആര്യം പറയാണ് നിന്നോട് ഞാൻ അങ്ങനെ പറഞ്ഞോ എടുത്തു എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തു എന്ന് തന്നെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ആര്യം മുന്നോട്ട് നടന്നു പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് പറയാം ഞാനാണ് എടുത്തത്, ഞാനാണ് ഒളിപ്പിച്ച് വെച്ചതെന്നൊക്കെ നിവിൻ നിന്ന് പറയുന്നു. ബിഗ് ബോസ് അതൊരു ചെറിയ കണ്ടന്റ് ആണെങ്കിൽ പോലും അത് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. സംഭവം കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിവിൻ കൊള്ളാം, പക്ഷേ ഒരിക്കലും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ഈ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്നാലേ ഉള്ളൂ. അല്ലാതെ ബിഗ് ബോസിന് പറ്റിയൊരു കണ്ടന്റ് കൊടുക്കാൻ പറ്റിയ ആളായിട്ട് എനിക്ക് നിവിനെ തോന്നിയില്ല. പിന്നെ ആരാണ് ബിഗ് ബോസ് വീട്ടില് ബിഗ് ബോസിന് പറ്റിയ ആള്, ഇങ്ങനെ കണ്ടന്റ് തരാൻ പറ്റിയ ആള് എന്നിപ്പോ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കായിരിക്കും ചിലപ്പോൾ എൻ്റെ അടുത്ത്. ഇപ്പൊ നിലവില് 3 ദിവസത്തെ നമ്മുടെ പെർഫോമൻസ്, അവിടെയുള്ള ആൾക്കാരുടെ പെർഫോമൻസേ അത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്നത്, ഗെയിമിനെ നിർത്താൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് അവിടെ പെർഫോമൻസ് അവർ ചെയ്തു എന്ന് തോന്നിയിട്ടല്ല, എന്നിരുന്നാൽ പോലും ഈ ഗെയിമിൽ മുന്നോട്ട് പോകാനായിട്ട് യോഗ്യതയുള്ള മത്സരാർത്ഥികൾ വളരെ ചുരുക്കമാണ് നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ ഈ 3 ദിവസം കൊണ്ട് തോന്നിയിട്ടുള്ളത്. അതിലൊന്ന് എനിക്ക് ഷാനവാസ് ആണ്. ഷാനവാസിന്റെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഷാനവാസ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷാനവാസ് കൊള്ളാം, ഗെയിമിന് പറ്റിയ ആള് തന്നെയാണ്, മുന്നോട്ട് പോകാനായിട്ട് എന്തുകൊണ്ടും പറ്റിയ ആളാണ് ഷാനവാസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഷാനവാസിനെ നല്ല ഗെയിം സ്പിരിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് അറിയാം, അതുപോലെ തന്നെ ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടതെന്നും നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് ഷാനവാസ്. ലാലേന്റെ മുന്നിൽ വന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഞാൻ അധികം സംസാരിക്കാത്ത ആളാണെന്ന്. പക്ഷേ ആവശ്യമുള്ളിടത്ത് വേണ്ട രീതിയിൽ സംസാരിക്കാനായിട്ട് ഷാനവാസിന് നന്നായിട്ട് അറിയാം. ഷാനവാസിന് ഒത്ത എതിരാളിയാണ് അക്ബർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബറിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഷാനവാസ് തന്നെയാണ്. സ്ട്രോങ് പ്ലെയർ ആണെന്ന് അക്ബറിന് മനസ്സിലായതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഷാനവാസിന് അറിയാം അക്ബർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ ആ ടാർഗറ്റ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കളിക്കുന്ന ആ ഗെയിം ഉണ്ടല്ലോ, സ്റ്റൈലായിട്ടുണ്ട്. ഇങ്ങനെ അവർ മുന്നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിയും കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവസാനം വരെ നിൽക്കാം എന്ന് തോന്നിയ 2 കണ്ടസ്റ്റന്റ് എന്തായാലും ഒന്ന് അക്ബറും ഒന്ന് നമ്മുടെ ഷാനവാസുമാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ അവിടെ അപ്പാനി ചേർത്ത്, പക്ഷെ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ കയറി അങ്ങ് ചൂടാവുന്നു. പിന്നെന്താ പറയാ, ഒരു കാര്യം ഒരാളങ്ങോട്ട് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. കഴിഞ്ഞത് ഇപ്പൊ അനു വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഗ്രൂപ്പായിട്ടാണ് കളിക്കുന്നതെന്ന്. എങ്കിൽ ഗ്രൂപ്പായിട്ട് കളിക്കുന്നതെന്ന് സമ്മതിച്ച് അതിനനുസരിച്ച് ഞങ്ങൾ പറഞ്ഞാൽ പോരെ. അത് പറഞ്ഞത് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ട് പിന്നെ ശരത്താണെന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇരുന്നുകൊണ്ട് ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഗെയിം സ്പിരിറ്റോട് കൂടി എടുക്കാനായിട്ട് അപ്പാനി ശരത്തിന് കഴിയുന്നില്ല. അത് ഗെയിമിന് മുന്നോട്ട് പോകാനായിട്ട് അത്രയ്ക്ക് അങ്ങ് സുഗമമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ അഭിശ്രീ എന്ന് പറയുന്ന അഭിലാഷ്, ഒരു കോമഡി വേർഷൻ നമ്മുടെ അഭിശ്രീയുടെ ഇതുവരെ നമുക്ക് കണ്ടിട്ടില്ല. ഒരു സീരിയസ് വേർഷനാണ് കണ്ടിട്ടുള്ളത്. അഭിശ്രീ കുഴപ്പമില്ല, മുന്നോട്ട് പോകാൻ പറ്റിയൊരു മത്സരാർത്ഥി തന്നെയാണ് അഭിശ്രീ. പക്ഷേ കുറച്ചൊക്കെ ഒന്ന് ഗെയിം മാറ്റി പിടിക്കേണ്ടി വരും എന്ന് മാത്രം. എനിക്കിപ്പോൾ തോന്നുന്നു ഇത്രയൊക്കെ പേര് തന്നെയാണ് അവിടെ മെയിനായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കളിച്ചോണ്ട് വരുന്നത്. സ്ത്രീകളിൽ ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും അറിയാം ജിസേലിനെ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. ജിസേൽ നല്ലൊരു മത്സരാർത്ഥിയായിട്ട് മുന്നോട്ട് വരാൻ കഴിവുള്ള ഒരാളാണെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ജിസേൽ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ഇങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നല്ലൊരു മത്സരാർത്ഥിയാണ്, അതിൽ സംശയം വേണ്ട. പക്ഷേ ബാക്കിയുള്ള ലേഡീസ് കണ്ടസ്റ്റന്റില് ഇപ്പൊ ആരും അങ്ങ് സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് വന്നിട്ടില്ല. പലരും ഉണ്ടെങ്കിൽ പോലും അവരെല്ലാവരും ഉള്ളിലൊതുങ്ങുകയോ ഇപ്പൊ വലിയ ആങ്കർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ശാരിക, പക്ഷേ അവിടെ ഇരുന്നിട്ട് ആങ്കറിങ് നടത്താനല്ലാതെ ഹോട്ട് സീറ്റ് മത്സരം നടത്താനല്ലാതെ ഈ ശാരികനെ കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല. വെറുതെ 1-2 സ്ഥലത്ത് ചൂടായി എന്നല്ലാതെ ഇത്രയും വലിയ ആളായിട്ട് അവിടെ വന്ന് നിന്നിട്ട് ഒരു ഗുണത്തിനില്ല എന്നാണ് എനിക്ക് ശാരികനെ കണ്ട സമയത്ത് തോന്നിയത്. പിന്നെ ശാരിക അവിടെ ഇവിടേക്ക് 1-2 തവണ അങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നൊക്കെ കണ്ടെങ്കിൽ പോലും ഒരു കണ്ടന്റ് ശാരികയുടേതായിട്ട് അവിടെ കാണാനായിട്ട് നമുക്ക് ബിഗ് ബോസ് വീട്ടിൽ നിലവിൽ സാധിച്ചിട്ടില്ല. നമുക്കറിയാം അവിടെ 10-20 മത്സരാർത്ഥികളുണ്ടെന്ന്. ഈ 10-20 മത്സരാർത്ഥികളുള്ള സമയത്ത് അവരവിടെ കണ്ടന്റ് തന്നാൽ മാത്രമേ ബിഗ് ബോസ് ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറുള്ള ഷോയിൽ അവരെ നമുക്ക് കാണിച്ചു തരുള്ളൂ. ലൈവ് കാണുന്നവരെ വളരെ കുറെ പേരുണ്ടാവാം, പക്ഷെ കൂടുതൽ പേരും എപ്പിസോഡ് കാണുന്നവരായിരിക്കും. അപ്പൊ ഈ എപ്പിസോഡിൽ ഇവരെന്തെങ്കിലും കണ്ടന്റ് തന്നാലല്ലേ ബിഗ് ബോസ് നമുക്ക് ഇവരെ കാണിച്ചു തരുള്ളൂ. അതിന് മാത്രം അവരെ കണ്ടന്റ് തരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പലരെയും ബിഗ് ബോസ് കാണിക്കാത്തത്. അപ്പൊ അങ്ങനെ കണ്ടന്റ് തരാത്തവരെ ഭാവിയിൽ തരുമെന്ന് വിചാരിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ അവിടെ നമുക്കറിയാം ആര്യൻ അത്യാവശ്യം കണ്ടന്റ് തരുന്ന ഒരു വ്യക്തിയാണ്.
ഇത്തിരി ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കണ്ടന്റ് തരാനും കളിക്കാനുള്ള ഗെയിം സ്പിരിറ്റും ഉള്ള മത്സരാർത്ഥി തന്നെയാണ് ആര്യന് മുന്നോട്ട് പോകാൻ യോഗ്യതയുള്ള മത്സരാർത്ഥിയാണ്. പിന്നെ ഒന്ന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചൊറിയൻ അനീഷ്. കഴിഞ്ഞ മുൻ സീസണിലത്തെ പലരുമായിട്ട് നമുക്ക് സാമ്യം തോന്നും അനീഷിന്റെ ക്യാരക്ടറും പ്രവൃത്തികളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ അനീഷ് എന്ന് പറയുന്ന ഗെയിമർ ഒരു ചൊറിയൻ ഗെയിമർ ആണെന്നുണ്ടെങ്കിലും ഗെയിം കളിക്കാനായിട്ട് പറ്റിയ ഒരാളാണ്. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലല്ലേ ഗെയിം കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ. നമുക്കിപ്പോൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് തൂക്കി എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മിണ്ടാപ്പൂച്ചകളായിട്ട് ഇരിക്കുന്നവരെ വെച്ചിട്ട് ഗെയിം മുന്നോട്ട് പോയിട്ട് എന്ത് കാര്യം? അപ്പോൾ അനീഷും അവിടെ പറ്റിയ ഒരു ഗെയിമർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലേഡി കണ്ടസ്റ്റൻസ് ആണ് ഇപ്പം നല്ല ആൾക്കാർ അവിടെ ഇല്ലാത്തത്. അവരിൽ നിന്ന് കുറച്ച് പേരെങ്കിലും മുന്നോട്ട് വന്നാലേ കാര്യമുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വൈൽഡ് കാർഡുകളെ ബിഗ് ബോസ് വരുത്തേണ്ടി വരും. ഇപ്പോഴത്തെ നിലവിലുള്ളവരിൽ ആരും ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മുടെ അനീഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അനീഷിനെ അങ്ങനെ കോമഡി ആയിട്ട് മാത്രമല്ല, എല്ലാവരും ചൊറിഞ്ഞുകൊണ്ട് മാത്രമല്ല, ആര്യനും അനീഷും തമ്മിൽ ഒരു ഉഗ്രനല്ല എന്നിരുന്നാൽ പോലും ഒരു വഴക്ക് നടന്നു. അവിടെ ആര്യൻ കയറി പോക്കറ്റിൽ കൈയിട്ടതിന്റെ പേരിൽ ഒരു തെറിവിളിയും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അനീഷ് അവിടെ തെറിയൊക്കെ കയറി വിളിച്ചിരുന്നു. ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തു, കേൾപ്പിക്കൊന്നും ചെയ്തില്ല. സംഭവം അവിടെ അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു. അതൊരു ഗെയിം സ്പിരിറ്റ് ആയതുകൊണ്ട് കയറി തൊട്ടതുകൊണ്ട് പ്രൊവോക്ക് ചെയ്തു. ആര്യം പ്രൊവോക്ക് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പൊ രണ്ടുപേരുടെ ഭാഗത്തും എനിക്ക് തെറ്റുള്ളതായിട്ടാണ് തോന്നിയത്. ആദ്യം കയറി പ്രൊവോക്ക് ചെയ്തത് തീർച്ചയായും അവിടെ അനീഷായിരുന്നു. നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്തപ്പോൾ പിന്നെ ആ മോഷണ ശ്രമം അവിടെ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് തന്നെ ആര്യം നടത്തി. അത് പോക്കറ്റിൽ കൈയിടലായിരുന്നു. അത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ അനീഷിന് സാധിക്കില്ല. അനീഷ് അവിടെ കയറി തെറി വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അത് വലിയ ഇഷ്യൂ ആയിട്ടോ വലിയ പ്രശ്നമായിട്ടൊന്നും വന്നില്ല. അതൊരു ഗെയിം സ്പിരിറ്റ് ആയിട്ട് അവരങ്ങ് എടുത്തു എന്നാണ് തോന്നിയത്. അതിനുശേഷം അനീഷ് പറയുന്നുണ്ട്, എനിക്കിവിടെ ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വേണ്ട, എനിക്കിവിടെ ആരുമായിട്ട് കൂട്ട് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഗെയിം കളിക്കാൻ വന്നാൽ ഗെയിം കളിച്ചാൽ മതി, കൂട്ടും ഇതൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗെയിമിൽ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. നമ്മുടെ രേണുസുധീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിൽ വന്നിട്ട് കാര്യമായ ഒരു കണ്ടന്റ് തരാത്ത മത്സരാർത്ഥിയാണ് രേണുസുധി. പുറത്തു നിന്ന സമയത്ത് ഒരുപാട് കണ്ടന്റുകൾ തരുന്നുണ്ടായിരുന്നു. ഒരുപാട് മീഡിയകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന താരമായിരുന്നു. ഇപ്പൊ കണ്ടന്റ് ക്ഷാമാണ് രേണു ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിൽ വെറുതെ നോക്കുകുത്തിയായിട്ട് ഇരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് രേണുവിന് തോന്നിയത്. ഇപ്പൊ മറ്റുള്ളവരായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രേണുവിനെ ചൊറിഞ്ഞതുകൊണ്ട് രേണുവിന് ചെറിയൊരു കണ്ടന്റ് കിട്ടി. അല്ലാതെ സ്വന്തമായ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ഇതുവരെ രേണുവിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇതൊക്കെയാണ് നിലവിലെ ബിഗ് ബോസ് വീട്ടിലെ വിശേഷങ്ങൾ. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.